ചട്ടിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇത്തിരി നല്ലോണം തന്നെ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു പിടി അളവിൽ നമ്മൾ കൊപ്ര തേങ്ങ ഉണ്ടല്ലോ അത് ചെറിയ കൊത്തായി അരിഞ്ഞിട്ട് അതും കൂടി നമ്മൾ ഈ ഒരു നെയ്യിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ, നല്ലോണം കരിയാതെ. ആ സമയത്ത് നമ്മളൊരു 1/2 കിലോ ശർക്കര ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഇതവിടെ മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 250 ml കപ്പിൽ 2 കപ്പ് അരിപ്പൊടി, അതായത് പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ, വറുത്ത പത്തിരിപ്പൊടി. അതേപോലെ 125 ml കപ്പിൽ 1 കപ്പ് മൈദയും അതുപോലെ 1 ടീസ്പൂണ് റവയും പിന്നെ ഒരു പിഞ്ച് അളവിൽ ഉപ്പും പിന്നെ 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് ഈ പൊടികളെല്ലാം ആദ്യം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ചൂടായ ശർക്കര അങ്ങനെ ഫുള്ളായി തന്നെ ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നെയ്യ് ഉണ്ടല്ലോ, നെയ്യും തേങ്ങയും കൂടെ അതിലേക്ക് ഒഴിച്ചിട്ട് ചൂടോടുകൂടി തന്നെ ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. കട്ടി കൂടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റോളം തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അപ്പോൾ 15 മിനിറ്റും റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് അപ്പം തന്നെ ചുട്ടെടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മളൊരു നോൺ സ്റ്റിക്കിൻ്റെ നെയ്യപ്പക്കുഴി എടുത്തിട്ട് അതിലേക്ക് ഞാൻ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒഴിക്കാം. നമുക്ക് പകുതി നെയ്യും അതുപോലെ പകുതി ഓയിലും മിക്സ് ആക്കിയിട്ട് അതെടുത്താലും മതിയാവും. പക്ഷേ നെയ്യ് ഫുള്ളായി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഉണ്ണിയപ്പത്തിന്. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് നമുക്ക് നാടൻ സ്റ്റൈലിലുള്ളത് തന്നെ നമ്മൾ പച്ചരിയൊക്കെ അരച്ചുണ്ടാക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റോടുകൂടി നമുക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ കഴിക്കാനാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ പെട്ടെന്നൊക്കെ ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഉണ്ണിയപ്പമാണ് കേട്ടോ.